കൂട്ടുകാരെ, ഇന്ന് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. മാത്രമല്ല വളരെയേറെ പോഷക ഗുണമുള്ള ഒരു തോരൻ കൂടിയാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾക്ക് പറ്റും. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യം മുരിങ്ങ പൂവാണ്. ഇതാ പൂവ് ഞാൻ പറിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അഴുക്കൊക്കെ ഉണ്ടാവും, മണ്ണിൽ വീണാലൊക്കെ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം. അപ്പോൾ ഞാനത് കഴുകി എടുത്തതാണ്. പിന്നെ ഒരു പിടി മുരിങ്ങയുടെ ഇല കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒരു പിടി മുരിങ്ങയില കൂടെ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമാണ് മുട്ട. ഞാൻ ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ 4 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. മുട്ട എല്ലാം നല്ലപോലെ ഉടഞ്ഞ് ലയിച്ച് കിട്ടണം. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു 6 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പിടി തേങ്ങ, ഇതും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എടുത്തു വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മുരിങ്ങാപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മുരിങ്ങാപ്പൂ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മുട്ട, ഉടച്ചു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മുട്ട വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുരിങ്ങയിലയിലും പൂവിലും ഒക്കെ ഇത് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നായി കിട്ടും. 2 മിനിറ്റ് കൂടെ വേണ്ട, മുട്ടയ്ക്ക് പെട്ടെന്നായി കിട്ടും. നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മുട്ടയും മുരിങ്ങപ്പൂവും തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെയേറെ പോഷകഗുണമുള്ള ഒരു തോരനാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെയേറെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.